റിവ്യൂസ് വന്നപ്പോഴും ആരുടെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസ് ആണെന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ വന്നപ്പോൾ ഒരു ഡെബ്യൂ സിനിമ, ത്രികോണങ്ങളുടെ ഡെബ്യൂ സിനിമയ്ക്ക് അപ്പുറം അവിടെ കിട്ടുന്ന തമിഴ്നാട്ടിൽ കിട്ടുന്ന സ്വീകാര്യത എങ്ങനെയാണ് കാണുന്നത്? ഇത് വിജയരാജൻ പറഞ്ഞ പോലെ ഇതൊരു തമിഴിലും ഭയങ്കരമായിട്ട് ഒരു റിലേറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. സോ വെരി പവർഫുൾ തമിഴ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റാണ്. സോ അവിടെയും ഈ സ്ക്രിപ്റ്റും ഈ പടവും വളരെ വളരെ സൂപ്പർബായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. സോ വെരി ഹാപ്പി. ഇങ്ങനെ ഒരു വൈഡ് സ്കെയിലിൽ എടുത്ത പടം, ബോത്ത് ലാംഗ്വേജസ് മലയാളം ആൻഡ് തമിഴ്, ഓഡിയൻസ് ഈക്വലായിട്ട് അക്സെപ്റ്റ് ചെയ്തെന്നുള്ള വിഷയം വന്നിട്ട് വളരെ ഒരു ഹാർട്ട് വാമിങ് ഫീലിംഗ്. റോ ആക്ഷൻസ് ഉണ്ട്, അതിനൊരു കോർ ഇമോഷൻ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ഈ പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെയാ അതിനൊരു ഇന്റൻസിറ്റി കൊണ്ടുവരാൻ പറ്റിയത്? കാരണം ഈ രണ്ട് ലാംഗ്വേജസിലും വർക്ക് ചെയ്യുന്ന ഒരു യൂണിവേഴ്സൽ സബ്ജക്ട് ആണെങ്കിൽ കൂടെ കുറച്ച് ചുറ്റും നിൽക്കുന്ന എല്ലാവരും കുറച്ചുകൂടെ പുതിയ ആൾക്കാരാണോ താല്പര്യം വർക്ക് ചെയ്തിട്ടില്ല? ആ ഇന്റൻസിറ്റി എങ്ങനെ ശരിക്കും കൊണ്ടുവരാൻ? ആക്ച്വലി ഷൂട്ട് ചെയ്യുമ്പം ഡയറക്ടർ ഇൻപുട്ട് ഇല്ലാതെ മുരളി സാർ എപ്പോഴും ഷൂട്ടിങ്ങിലുണ്ടാവും. സോ മുരളി സാർ വന്നിട്ട് യുപി സാർ വന്നിട്ട് ആ പെർട്ടിക്കുലർ എക്സ്പ്രഷൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി വേണം, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ ഫുൾ ആ ക്യാരക്ടറിനെ കുറിച്ച് തിരിച്ച് എനിക്ക് ഒരു ക്ലാസ് എടുക്കും. സോ ഒരു സീക്വൻസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ബാക്ക് സ്റ്റോറി, പടത്തിൽ കാണിക്കാത്ത കുറേ ബാക്ക് സ്റ്റോറി, അവരുടെ ക്യാരക്ടർ അവൻ എന്തായിരുന്നു അതൊന്നും പടത്തിലില്ല. ബട്ട് ഫോർ മൈ അണ്ടർസ്റ്റാൻഡിങ്, ഫോർ മീ ടു പെർഫോം ബെറ്റർ, സോ ഈ മോണ്ടിച്ചേർന്ന് വന്നിട്ട് നിറയെ ഇൻപുട്സ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് ഈസി ഫോർ മീ. സോ ഇതെല്ലാം എൻ്റെ മൈൻഡിൽ വെച്ചിട്ട് when I'm performing, it helped me a lot. So director and Murali Gopi sir, I think with their inputs and our support, I think I could see myself as a different person in the film.